യേശുവിനെ കണ്ട് മടങ്ങുന്ന വഴി താമസിക്കാനായി ഈ വിദ്വാൻമാർ നമ്മുടെ ഹോട്ടൽ ബെത്ലഹേമിൽ വളരെ നാളുകൾക്ക് മുമ്പേ റൂം ബുക്ക് ചെയ്തിരുന്നു. യാത്ര ചെയ്ത് നന്നേ ക്ഷീണിച്ച വിദ്വാൻമാർ ഒരു വിധത്തിൽ ഹോട്ടലിലെത്തി. ഹോട്ടൽ ബെത്ലഹേമിൻ്റെ നടത്തിപ്പുകാരായ അത്യാഗ്രഹിയായ മാനേജരും അസിസ്റ്റന്റും ഇപ്പോൾ ഏതവസ്ഥയിലായിരിക്കും, അവരുടെ ബിസിനസ് നന്നായി പോകുന്നുണ്ടോ എന്നൊക്കെ അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതാ ഈ ഭാഗം കൂടി കാണുവാൻ. ഇതാ നമ്മൾ വീണ്ടും ഹോട്ടൽ ബെത്ലഹേമിൽ. ഞാൻ വിചാരിക്കുകയായിരുന്നു, നമ്മൾ എത്രയോ നല്ല ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നു, എന്തുമാത്രം കാശിങ്ങനെ വാരി എറിഞ്ഞുകൊണ്ട് സാറ് ഇപ്പം നമുക്ക് അതിനൊക്കെ ചില കാരണങ്ങളുണ്ട്. ഇത്ര അത്യാഗ്രഹമൊന്നും പാടില്ല. നീ അത് മാത്രം പറയാതെ അത്യാഗ്രഹത്തോടെ ഞാൻ ഏതായാലും നമ്മൾ ഇത്രയും നാള് ഈ ഹോട്ടൽ നടത്തിയില്ലേ, നീ എങ്ങോട്ട് പോകും നമുക്കൊന്ന് കാണാം. ഇന്ന് നമ്മുടെ റൂംസ് എല്ലാം എന്തിയാ, പിന്നെ ആകെ ഉള്ളത് ഒരു മുമ്പത്തെ ഫോൺ കോൾ ആരെ വിളിച്ചത്, ആരെ ബുക്ക് ചെയ്തു? അതാ നമ്മുടെ 3 പേര് ഡിട്രോയിറ്റ് ഓക്കെ കുറെ നാള് മുമ്പേ ബുക്ക് ചെയ്തതാ. വിദ്വാൻമാർ 3 വിദ്വാൻമാർ. കാശില്ലാത്തവല്ലോ ആയിരിക്കും വരുന്നത്. ആരാ വരുന്നത്? ഞാൻ Yeah, glad to meet you. Yeah. This is സാറേ ഗ്യാസ് കുറ്റിയല്ല, glad to meet you. glad to meet you. Yeah. എവിടോ കണ്ടു പരിചയമാണ്. എവിടെ വീട്? ജംഗ്ഷൻ എവിടെ? മുത്തൂറ്റ് എന്റെ പൊന്നു പോലെ എനിക്ക് അവിടെ ആരും അറിയത്തില്ല. നിങ്ങളാണ് ബുക്ക് ചെയ്ത് ഓ അത് ശരി. ഓക്കെ മലയാളികളാണ് ചോദിക്കേണ്ടത്. നിങ്ങളിവിടെ ബിസിനസ്സിന് എന്തോ സാറ് ചോദിക്കും സാറേ. ഇവിടെ ബിസിനസ് ആണ്. എനിക്ക് അല്ലേ ഇവിടെ യേശു കർത്താവ് ജനിച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞു. ജനിച്ചിരിക്കുന്നു. ആ യേശുവിനെ കാണാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. ഇവിടെ ആരാണ്ടൊക്കെ ഇങ്ങനെ പറയുന്നത്? ജോസഫും മേരി. അല്ല എങ്ങനെ നിങ്ങൾ അറിഞ്ഞ യേശു ജനിച്ചെന്ന്? ഒരു നക്ഷത്രം ഞങ്ങൾക്ക് മുന്നിൽ ആകാശത്ത് തെളിഞ്ഞു. ആ നക്ഷത്രം ഞങ്ങൾ നീങ്ങുമ്പോൾ നക്ഷത്രം നീങ്ങും. ഞങ്ങളെ നക്ഷത്രം അനുഗമിച്ചു വന്നാണ്. ഇപ്പൊ നക്ഷത്രം GPS ഫോളോ ചെയ്ത് വന്നത് ഈ നക്ഷത്രം കൊണ്ടൊക്കെ. അല്ല നിങ്ങൾ എന്നിട്ട് യേശുവിനെ കണ്ടോ? ഞങ്ങൾ കണ്ടില്ല. നിങ്ങളെല്ലാം കണ്ടോ? നിങ്ങൾക്ക് ഹോട്ടലൊക്കെ നടത്തുന്നുണ്ടോ? ഒരു പേര് വന്നു. അല്ല പേരെന്നാന്ന് പറഞ്ഞ യേശു. ജോസഫും അമ്മയുടെ പേര് മേരി. സാർ ഒരു മിനിറ്റ് ഞാൻ റൂമിന്റെ ഞാനെന്നറിയോ? എന്റെ സാറേ പണ്ട് നമ്മൾ 2 പേരെ ഇവിടെ ഇറക്കി വിളിച്ചു. നീ പറയാം, എനിക്ക് എപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്. എന്റെ സാറേ അവരുടെ കാര്യമാരി പറയുന്നത് ഒരു ദയവില്ലാതെ ഇറക്കി വിടരുത്. ഞാൻ അന്നേരം സാറിനോട് പറഞ്ഞത്. ഞാൻ റൂം കൊടുക്കാൻ നീ ഇറക്കി വിട്ടത് സാറേ, അത് വളരെ മോശമായിപ്പോ. ഇത് തന്നെയാണ് നമ്മൾ നോക്കിയ മനുഷ്യനെ തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ശരിയാണോ? ജോസഫും മേരിയാണോ? ഞങ്ങൾ മനുഷ്യ ജനിക്കുമെന്നറിയാം. അതാണോ ജോസഫിന്റെ മേരിയുടെ മകനായിട്ട് ജനിച്ചു? എന്റെ ദൈവമേ. ഞങ്ങൾ ഇവിടെ നമുക്ക് പറയാൻ ഇവര് മലയാളിയല്ല. ഇവിടെ വന്നായിരുന്നു ഒരു കേട്ടോ. ഞങ്ങൾക്ക് റൂം ഒന്നും കൊടുക്കാൻ പറ്റാഞ്ഞ റൂം ഇല്ലാഞ്ഞോണ്ട് വേണ്ട കള്ളം പറയണ്ട. ഇവിടെ റൂം ഉണ്ടായിരുന്നു. ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ അങ്ങ് ഇറക്കി വിട്ടുവിടും. എന്റെ ദൈവമേ, അല്ലായിരുന്നെങ്കിൽ മശിഹ ഈ ഹോട്ടലിൽ ബേത്ലഹേമിൽ ജനിച്ചു. സാറേ, ഈ സ്ഥലത്ത് ജനിക്കേണ്ട നമ്മുടെ ഈ ബിസിനസ് ഡള്ളായതിന്റെ ഒരു കാരണം ലോകത്തിന്റെ രക്ഷിതാവ് നമ്മുടെ ഹോട്ടലിൽ ജനിക്കേണ്ടതല്ല. റൂം കൊടുക്കാൻ കഴിഞ്ഞു പോയില്ലല്ലോ. എന്താ സാറേ, അത് വളരെ മോശമായി. അതായിരിക്കും നമ്മുടെ ബിസിനസിനെയൊക്കെ എഫക്ട് ചെയ്തത്. ഒരുപക്ഷെ ഹോട്ടൽ ബെത്ലഹേമിലെ മാനേജർക്കും അസിസ്റ്റന്റിനും ജോസഫിനെയോ മറിയയോ അവർക്ക് ജനിക്കാൻ പോകുന്ന ശിശുവിനെ പറ്റിയോ അറിവില്ലാത്തവരായിരിക്കാം. ഇപ്പോൾ അവർക്ക് പറ്റിയ തെറ്റോർത്ത് അവർ അനുദപിക്കുന്നു. ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ,
നസ്രയനായ യേശു എത്രയോ പ്രാവശ്യം താങ്കളുടെ ഹൃദയവാതികൾ മുട്ടി വിളിച്ചിരിക്കുന്നു. അത് പ്രസംഗമായിട്ടോ പാട്ടായിട്ടോ വചനമായിട്ടോ പ്രവൃത്തിയായിട്ടോ ലേഖലേഖയായിട്ടോ ആയിരിക്കാം മുട്ടി വിളിച്ചത്. പക്ഷേ നമ്മളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മൂലം ഇതുവരെയും നമ്മുടെ ഹൃദയത്തിൽ അവന് ഇടം കൊടുത്തിട്ടില്ല. ഇതാ യേശു കർത്താവ് നിങ്ങളുടെ ഹൃദയവാതികൾ മുട്ടി വിളിക്കുന്നു. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. അതെ, മറ്റൊന്നുമല്ല, ക്രിസ്മസിൻ്റെ പ്രധാന ഘടകം അത് ക്രിസ്തു തന്നെയാണ്. ഈ രക്ഷകനെ എന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നിരിക്കുന്നു എന്ന് റോമാ ലേഖനം 3-ാം അധ്യായം 23-ാം വാക്യം പറയുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. റോമാ ലേഖനം 6-ാം അധ്യായം 23-ാം വാക്യം. ഇന്ന് തന്നെ നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുക. ഞങ്ങളോടുകൂടെ ഇപ്രകാരം പ്രാർത്ഥിക്കുക: കർത്താവായ യേശുവേ, എനിക്ക് നിന്നെ ആവശ്യമാണ്. ഞാൻ എൻ്റെ ഹൃദയവാതിൽ തുറന്നു തന്ന് നിന്നെ എൻ്റെ കർത്താവും രക്ഷിതാവും ആയി സ്വീകരിക്കുന്നു. എൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നതിനാൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥന കേൾക്കണമേ ദൈവമേ. ആമേൻ.